ഞാനിവിടെ ബെഡ്റൂമിലിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ. ജനല് തുറന്നിട്ടേക്കുവായിരുന്നു. അപ്പോഴാണ് കിങ്ങിണി കിങ്ങിണീന്നുള്ള സൗണ്ട് കേട്ടത്. നോക്കിയപ്പോൾ ഇതാ മേളി എലിസബത്ത് അമ്മമ്മയുടെ വീട്ടിലെയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എലിസബത്ത് അമ്മമ്മയെന്ന് പറഞ്ഞപ്പോൾ കമന്റ് വന്നായിരുന്നു ആരാണെന്ന്. പുതിയതായിട്ട് കാണുന്നവരാണ്. പഴയ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അയൽവാസി എന്ന് പറയാം, അയലോക്കം എന്ന് പറയാം. തൊട്ട് മേളിലെ വീടാണ് കേട്ടോ. അവിടെ കുറേ ആടുകളുണ്ടേ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ജൂലൈയിലായിരുന്നു. അന്ന് 3 ആടുകൾ പ്രസവിച്ചായിരുന്നെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ജൂൺ ആയപ്പോൾ എത്ര ആടുകൾ പ്രസവിച്ചു എന്നറിയില്ല. ഒരെണ്ണത്തിന് എന്നെ നേരത്തെ പറഞ്ഞായിരുന്നു പ്രസവിച്ചെന്ന്, എടുത്തു കാണിച്ചായിരുന്നു എന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു ആട് പ്രസവിച്ച്. കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എലിസബത്ത് അമ്മാവ ചിന്നു മിന്നു എന്നൊക്കെ വിളിക്കുന്ന കേൾക്കാം. അപ്പൊ ഇപ്പോഴാണ് ഇവരെ പുറത്ത് കണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കറുപ്പും വെളുപ്പും കൂടെ ഉള്ളത് ഇപ്പോഴെങ്ങാണ്ടായി എന്ന് തോന്നുന്നു. അതിന്റെ എന്താണ് പറയുന്നത്, ആ പുക്കിൾക്കൊടി ഉണ്ടല്ലോ, അതുപോലും പോയിട്ടില്ല. എന്ത് ക്യൂട്ടല്ലേ. കൊച്ചിലെ ഞങ്ങളുടെ വീട്ടിലും ആടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലാണെങ്കിൽ ഈ ആട്ടിൻകുട്ടികള് ആട് പ്രസവിച്ചാല് അത് കഴിഞ്ഞിട്ട് ഒരു പരുവാകുന്നത് വരെ എൻ്റെ കൂടെ കിടത്തുമായിരുന്നു. എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. അമ്മയുടെ നിന്ന് വഴക്കും കേൾക്കുമായിരുന്നു. ഇടയ്ക്ക് ഉണരുമ്പം അതുങ്ങളെ മുറ്റത്ത് കൊണ്ടുപോയി പഠിപ്പിക്കും, പിന്നെയും കൊണ്ടുവന്ന് കൂടെ കിടത്തും. അത് കഴിഞ്ഞിട്ട് അതുങ്ങളെ എരുത്തിൽ കെട്ടുമ്പോഴാണ് മേളം. ഭയങ്കര നിലവിളിയായിരിക്കും, നമ്മുടെ കൂടെ കിടന്ന് ശീലിച്ചിട്ടേ. അപ്പോൾ ആട്ടിൻകുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പം നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തതുപോലെ ഒരു ഈസി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു സ്നാക്കാണ് ഇത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം സ്നാക്കിന് വേണ്ടി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഇൻസ്റ്റന്റ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഉപ്പ്, 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ഒഴിക്കാതെ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ചേർക്കാം. ഏലക്കായാണെങ്കിൽ അത് ചേർക്കാം, ചുക്കുപൊടിയാണെങ്കിൽ അത് ചേർക്കാം, പട്ടപ്പൊടിയാണെങ്കിൽ അത് ചേർക്കാം. കുറച്ച് കറുകപ്പട്ടയുടെ പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലേശം ഇഞ്ചി പേസ്റ്റ്, ഒരു 1-2 നുള്ള് അത്രയേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇളം ചൂട് പാല് ചേർക്കാം. പാലുണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളം എടുക്കാം. പക്ഷേ പാലിൽ ചെയ്യുമ്പോഴാണ് ഇത്തിരി ടേസ്റ്റ് കിട്ടുന്നത്. ആ ഓട്സ് നന്നായിട്ട് കുതിരണം. ചീസ് ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് ചീസും ഇട്ടിളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇത്തിരി നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ്. അതായത് ഈ ഓട്സ് നന്നായിട്ട് കുതിർന്ന് ഈ പാലൊക്കെ ഇതിനകത്ത് പിടിക്കണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മിക്കവാറും കട്ടിയായിരിക്കും. അതനുസരിച്ച് നമുക്ക് വീണ്ടും പാലോ വെള്ളമോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത്രയും മതി, ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പം നോക്കിക്കേ എത്ര കട്ടിയായെന്ന് നോക്കിക്കേ. അപ്പം ഞാനിതിലേക്ക് ഇതേ ഷീറ്റ് ചീസ് ഉണ്ടല്ലോ, അതിങ്ങനെ കുഞ്ഞായിട്ട് മുറിച്ചിടുവാണേ. ഇനി നമുക്ക് ഇത്തിരി കൂടി ഒന്ന് ദോശപ്പരുവം വേണം, ഒത്തിരി വേണ്ട. ഇത്രയും മതി. ഇനി നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെക്കാം. തീ ഒരു മീഡിയത്തിലാക്കിയിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ
തീരെ കുറച്ചിട്ടേരെ. ഞാൻ തിരിച്ചിട്ടിട്ട് ഏറ്റവും സ്ലോയിലാണ് ഇട്ടിരുന്നത്. നമുക്കൊന്ന് ഇങ്ങനെ ആക്കി നോക്കാം. അടിഭാഗം ഇതാ നന്നായിട്ട് വെന്തു. ഇടയ്ക്ക് ഞാൻ ഈ സൈഡിൽ കൂടെ ലേശ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തായിരുന്നു. വേണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഇനി നമുക്കിത് മാറ്റണം. ഇതേണ്ടേ, ഈ പാനിൽ നിന്നും ഇങ്ങനെ വിട്ടു വരുന്നുണ്ട്. കണ്ടോ? ഇതിനെ എടുത്ത് ഈ ഇളകിപ്പോയെടുത്തോട്ട് തന്നെ അങ്ങ് വെക്കാം. അപ്പൊ നമ്മുടെ ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് പാല് ചേർത്താൽ ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് പാല് ചേർത്തത്. സാധാ വെള്ളത്തിൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാൻ, ചേച്ചി ഇത് ഈ വെജിറ്റബിൾസ് ഇട്ടുകൂടെയെന്ന്. വെജിറ്റബിൾസ് ഇട്ടുകൊണ്ടുള്ള ഇതേ രീതിയിൽ ഒരെണ്ണം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ദോശ പോലെ ഓരോന്നോരോന്ന് ചെറുതായിട്ടുണ്ടാക്കുന്നത്. ആരെങ്കിലും ഓർക്കുന്നോ എന്നറിയില്ല. അപ്പോൾ ഇതിനകത്ത് വെജിറ്റബിൾസും തീർച്ചയായിട്ടും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചീസ് ഇടണമെന്ന് നിർബന്ധമില്ല, ഇട്ടാൽ ടേസ്റ്റ് കിട്ടും, അതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നാളെ ഇതേ സമയം വരാമേ. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.